നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗത്തിൽ ജെ.പി. പാർക്ക് നമ്മളെ വരവേറ്റത് അതിന്റെ നിശബ്ദത കൊണ്ടായിരുന്നു. മരങ്ങൾ തഴുകിയ മനോഹരമായ നടപ്പാതകൾ, കാറ്റിൽ കഥ പറഞ്ഞ ഇലകൾ, ശാന്തമായി പറന്നുവിടുന്ന തടാകങ്ങൾ, നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് നമ്മളെ പതുക്കെ അകറ്റിക്കൊണ്ടുപോയ ആ അപൂർവമായ അനുഭവം. പക്ഷേ ഈ പാർക്കിന്റെ യഥാർത്ഥ സൗന്ദര്യം അപ്പോഴും നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാമിലേക്ക്. ജെ.പി. പാർക്കിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആദ്യ കാഴ്ചകളിൽ ഒതുങ്ങാതെ 85 ഏക്കറിലായി വിരിഞ്ഞുകിടക്കുന്ന ഈ ഹരിതലോകത്തിന്റെ ഹൃദയത്തിലേക്ക് ഇനി നമുക്ക് ഒരുമിച്ച് നടക്കാം. ഈ പാർക്കിനെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുന്ന അതിന്റെ പ്രത്യേക ഇടങ്ങളും അറിയപ്പെടാത്ത കഥകളും വ്യത്യസ്തമായ അനുഭവങ്ങളും ഇന്ന് നമ്മൾ കണ്ടെത്താനിരിക്കുകയാണ്. പ്രമേയാധിഷ്ഠിതമായ മനോഹരമായ ഉദ്യാനങ്ങൾ മുതൽ കലയും പ്രകൃതിയും കൈകോർക്കുന്ന ഭൂപ്രകൃതികളിലേക്ക്, സാംസ്കാരിക ശില്പങ്ങളിൽ നിന്ന് മനുഷ്യജീവിതവും പ്രകൃതിയും മനോഹരമായി ഒന്നിക്കുന്ന ഓരോ കോണിലേക്കും ജെ.പി. പാർക്കിന്റെ മറ്റൊരു മുഖമാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ വഴിക്കും പറയാനൊരു കഥയുണ്ട്. ഓരോ കോണിലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച ഒളിഞ്ഞിരിക്കുന്നു. ഓരോ ഫ്രെയിമും ഒരു സിനിമയിലെ രംഗം പോലെ മനസ്സിൽ പതിയുന്നു. ഈ ഭാഗം പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് മാത്രം പറയുന്നില്ല. ഈ പാർക്കിന് ജീവൻ പകരുന്ന മനുഷ്യരെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ചലനങ്ങളെയും ഓരോ ദിവസവും ഈ പാർക്കിനെ സജീവമാക്കുന്ന മനോഹരമായ ജീവിതത്തെക്കുറിച്ചുമാണ്. അങ്ങനെ സന്ധ്യ പതിയെ ഇറങ്ങിവരുമ്പോൾ ജെ.പി. പാർക്കും അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നിനായി ഒരുങ്ങുകയാണ്. നമ്മളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം. പക്ഷേ അതു കാണാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം കുറച്ചുകൂടി നടക്കണം. അപ്പോൾ വരൂ, ജെ.പി. പാർക്കിന്റെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിലൊന്നിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. ഇത് അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാം, ജെ.പി. പാർക്കിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ തുടങ്ങുകയാണ്. ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിനെ ഒരു സാധാരണ നഗരപാർക്കിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത് പ്രകൃതിയും സംസ്കാരവും കലയും ഒരേ അനുഭവത്തിലേക്ക് മനോഹരമായി ലയിപ്പിക്കുന്ന അതിന്റെ അതുല്യമായ രൂപകൽപ്പനയാണ്. ഇവിടെയുള്ള ഓരോ കോണും വെറുതെ കണ്ടുപോകാൻ വേണ്ടിയല്ല, അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് തോന്നും. ആ അനുഭവത്തിന്റെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളാണ് ഇവിടുത്തെ തീം ഗ്രോവുകൾ. പവിത്രവനം, നക്ഷത്രവനം, രാശിവനം, നവഗ്രഹവനം. ഓരോ ഹരിതമേഖലയും വെറും ഉദ്യാനങ്ങളല്ല, സസ്യങ്ങളെയും ജ്യോതിശാസ്ത്ര പ്രതീകങ്ങളെയും ആത്മീയ ചിന്തകളെയും പ്രകൃതിയുടെ സൗന്ദര്യവുമായി ചേർത്തിണക്കുന്ന അപൂർവ സൃഷ്ടികളാണ്. ഈ പാതകളിലൂടെ നടക്കുമ്പോൾ പ്രകൃതിയും പ്രപഞ്ചവും ചേർന്നെഴുതിയ ഒരു കഥയിലൂടെ സഞ്ചരിക്കുന്ന അനുഭവമാണ്. അതിനുശേഷം ക്യാമറയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു മനോഹര ഇടം ആൽമട്ടി ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത റോക്ക് ഗാർഡൻ. വ്യത്യസ്ത ആകൃതിയിലുള്ള പാറക്കൂട്ടങ്ങൾ, കലാപരമായ ക്രമീകരണം, നാടൻ ഭംഗി, ഇതെല്ലാം ചേർന്ന് ഓരോ ഫ്രെയിമിനെയും ഒരു പോസ്റ്റ് കാർഡ് ചിത്രമാക്കി മാറ്റുന്നു. ഫോട്ടോഗ്രാഫർമാർക്കും സിനിമാറ്റിക് ഷോട്ടുകൾ തേടുന്നവർക്കും ഇത് ശരിക്കും ഒരു സ്വർഗമാണ്. ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ശാന്തത നിറഞ്ഞ മുളത്തോട്ടം, കലാപരമായി ഒരുക്കിയ സ്റ്റോൺ പാർക്ക്, പാർക്കിലുടനീളം മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്ന ഗസീബോകൾ. യാത്രയ്ക്കിടയിൽ അല്പനേരം ഇരുന്ന് വിശ്രമിക്കാനും ചുറ്റുമുള്ള സൗന്ദര്യം ആസ്വദിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഈ ഇടങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ ജെ.പി. പാർക്കിന്റെ കഥ പ്രകൃതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇവിടുത്തെ ജീവൻ വലിപ്പത്തിലുള്ള ശില്പങ്ങൾ ഈ പാർക്കിന്റെ സാംസ്കാരിക ആത്മാവിനെ ജീവിപ്പിക്കുന്നു. കർഷകരുടെ ജീവിതം, തൊഴിലാളികളുടെ അധ്വാനം, കന്നുകാലികളോടൊപ്പമുള്ള ഗ്രാമീണ ജീവിതത്തിന്റെ ദൃശ്യങ്ങൾ. ഓരോ ശില്പവും നമ്മുടെ പൈതൃകത്തിന്റെയും കൂട്ടായ ജീവിതത്തിന്റെയും അധ്വാനത്തിന്റെ മഹത്വത്തിന്റെയും കഥകളാണ് പറയുന്നത്. അതോടൊപ്പം ആധുനിക നഗരജീവിതത്തിന്റെ ചില സ്പർശങ്ങളും ഈ പാർക്കിൽ മനോഹരമായി ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ബെംഗളൂരുവിന്റെ പാരമ്പര്യവും ഇന്നത്തെ നഗരജീവിതവും ഒരു ദൃശ്യപാലത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഇടമായി ജെ.പി. പാർക്ക് മാറുന്നു. അപ്പോൾ ഇത് വെറുമൊരു പാർക്കല്ല, മനുഷ്യജീവിതത്തിന്റെ കഥകൾ സൂക്ഷിച്ചിരിക്കുന്ന, ജീവിക്കുന്ന ഒരു മ്യൂസിയമാണ്. അനുഭവങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. നേച്ചർ സെന്റർ, എക്സിബിഷൻ പ്ലാസ്, മനോഹരമായി രൂപകൽപ്പന ചെയ്ത ആംഫിതിയേറ്റർ, ഇവയെല്ലാം ഈ പാർക്കിനെ പ്രകൃതിയുടെ അഭയകേന്ദ്രം മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെയും സാംസ്കാരിക പരിപാടികളുടെയും സാമൂഹിക ഒത്തുചേരലുകളുടെയും സജീവമായ പൊതുയിടമാക്കി മാറ്റുന്നു. പിന്നെ സന്ധ്യ പതിയെ രാത്രിയിലേക്ക് വഴിമാറുമ്പോൾ ജെ.പി. പാർക്ക് അതിന്റെ ഏറ്റവും വിസ്മയകരമായ കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നു. മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ.
സംഗീതത്തിന്റെ താളത്തിനൊത്ത് ഉയർന്നുയരുന്ന ജലധാരകൾ, വർണ്ണവെളിച്ചത്തിൽ നൃത്തം ചെയ്യുന്ന ജലഗണങ്ങൾ, ആകാശം നിറയ്ക്കുന്ന സംഗീതം, വെളിച്ചവും ശബ്ദവും ചലനവും ഒന്നായി ലയിക്കുന്ന ആ നിമിഷം ജെ.പി. പാർക്കിലെ ഒരു ദിവസത്തെ യാത്രയ്ക്ക് മറക്കാനാവാത്ത സമാപനമായി മാറുന്നു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സഞ്ചാരികൾക്കും തിരികെ വീട്ടിലെത്തിയ ശേഷവും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു അനുഭവം. കാരണം ജെ.പി. പാർക്കിലെ ഓരോ ആകർഷണവും, ഓരോ പാതയും, ഓരോ ശില്പവും, ഓരോ പൂന്തോട്ടവും ഒരു കഥ പറയുന്നു. പ്രകൃതിയുടെ കഥ, പൈതൃകത്തിന്റെ കഥ, മനുഷ്യരുടെ കഥ, കലയും ജീവിതവും കൈകോർക്കുന്ന സന്തുലിതമായ ഒരു മനോഹര ലോകത്തിന്റെ കഥ. ജെ.പി. പാർക്കിന്റെ സൗന്ദര്യം അതിന്റെ തടാകങ്ങളിലും പൂന്തോട്ടങ്ങളിലും ശില്പങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. ഈ പാർക്കിനെ യഥാർത്ഥത്തിൽ വ്യത്യസ്തമാക്കുന്നത് എല്ലാവരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന അതിന്റെ രൂപകൽപ്പനയാണ്. വ്യായാമത്തിനായാലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായാലും ശാന്തമായി വിശ്രമിക്കാനായാലും അല്ലെങ്കിൽ സായാഹ്നത്തിലെ ഒരു ചെറിയ നടത്തത്തിനായാലും ഓരോ സന്ദർശകനും ഇവിടെ സ്വന്തമായൊരു അനുഭവം കണ്ടെത്താം. പാർക്കിലുടനീളം മനോഹരമായി ഒരുക്കിയിരിക്കുന്ന നടപ്പാതകൾ പച്ചപ്പിന്റെ ഹൃദയത്തിലൂടെ നിങ്ങളെ പതുക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓരോ വളവും ഒരു പുതിയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചിലപ്പോൾ ശാന്തമായ ഒരു തടാകം, ചിലപ്പോൾ മനോഹരമായ ഒരു ശില്പം, ചിലപ്പോൾ തണലേകുന്ന ഒരു മരച്ചുവട്ടിലെ ബെഞ്ച്, അല്ലെങ്കിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മനോഹര കോണം. ആരോഗ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ജെ.പി. പാർക്ക് അതിലും വലിയൊരു അനുഭവമാണ്. പാർക്കിലുടനീളം വളഞ്ഞുപുളഞ്ഞ് നീളുന്ന 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജോഗിംഗ് ട്രാക്ക് വടക്കൻ ബെംഗളൂരുവിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാത വ്യായാമ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി ഈ പാർക്കിനെ മാറ്റിയിരിക്കുന്നു. മരങ്ങളുടെ തണൽ, ശീതളമായ പ്രഭാതകാറ്റ്, ശുദ്ധമായ വായു സാധാരണൊരു ഓട്ടത്തെ പോലും മനസ്സിനും ശരീരത്തിനും പുതുജീവൻ നൽകുന്ന അനുഭവമാക്കി മാറ്റുന്നു. അതുമാത്രമല്ല, പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന അക്യുപ്രഷർ വാക്കിംഗ് സോണും ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഓരോ ചുവടും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം പകരുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ ശാന്തതയും ആരോഗ്യപരമായ ഗുണങ്ങളും ഒരൊറ്റ അനുഭവമായി ഇവിടെ ലയിക്കുന്നു. പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളും വിശ്രമമേഖലകളും യാത്രയ്ക്കിടയിലെ മനോഹരമായ ഇടവേളകളാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും കാറ്റിന്റെ തണുപ്പ് ആസ്വദിക്കാനും അല്ലെങ്കിൽ നിശബ്ദമായി ഇരുന്ന് ജീവിതം പതിയെ ഒഴുകുന്നത് നോക്കിക്കാണാനും ഈ ഇടങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കുട്ടികൾക്കായി കളിയും ചിരിയും നിറഞ്ഞ പ്രത്യേക പ്ലേ ഏരിയകളും ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലുകളും സ്ലൈഡുകളും സുരക്ഷിതമായ തുറസായ കളിസ്ഥലങ്ങളും ഓരോ വാരാന്ത്യത്തിലും ഈ പാർക്കിനെ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട ഒത്തുചേരൽ കേന്ദ്രമാക്കി മാറ്റുന്നു. അല്പസമയം വിശ്രമിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെയുള്ള ഫുഡ് കോർട്ടും സ്നാക്ക് സ്റ്റാളുകളും യാത്രയെ കൂടുതൽ സുഖകരമാക്കുന്നു. ഒരു ചൂടൻ ചായ, ലഘുഭക്ഷണം, അല്ലെങ്കിൽ മരത്തണലിൽ ഇരുന്ന് ഒരു തണുത്ത പാനീയം ചെറിയ നിമിഷങ്ങളാണെങ്കിലും യാത്രയെ കൂടുതൽ മനോഹരമായ ഓർമ്മകളാക്കി മാറ്റുന്നു. അതോടൊപ്പം മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഗസീബോകൾ, വിശാലമായ ഫിതിയേറ്റർ, വിദ്യാനവും പ്രകൃതിയും ഒന്നിക്കുന്ന നേച്ചർ സെന്റർ, പരിപാടികൾക്കും പ്രദർശനങ്ങൾക്കുമായി ഒരുക്കിയ എക്സിബിഷൻ പ്ലാസ് ഇവയെല്ലാം ചേർന്ന് ജെ.പി. പാർക്കിനെ ഒരു സാധാരണ പൊതുപാർക്കിൽ നിന്ന് ജീവിതശൈലിയുടെ ഭാഗമാകുന്ന ഒരു പ്രത്യേക ഇടമാക്കി ഉയർത്തുന്നു. സൗകര്യങ്ങളുടെ കാര്യത്തിലും ഈ പാർക്ക് ഒരു പടി മുന്നിലാണ്. 3 വ്യത്യസ്ത പ്രവേശന കവാടങ്ങൾ, ഓരോ കവാടത്തിനും സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യം പാർക്കിലെത്തുന്ന നിമിഷം മുതൽ യാത്രയെ ലളിതവും സുഖകരവുമാക്കുന്നു. ഒരുപക്ഷേ അതുതന്നെയായിരിക്കാം ജെ.പി. പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വെറുമൊരു സന്ദർശിക്കാനുള്ള സ്ഥലമല്ല, ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കാനുള്ള ഒരിടമാണ്. നടക്കാൻ, വിശ്രമിക്കാൻ, പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ, പ്രകൃതിയോട് വീണ്ടും ചേർന്നു നിൽക്കാൻ. വീണ്ടും വീണ്ടും തിരികെ എത്താൻ തോന്നുന്ന ബെംഗളൂരുവിന്റെ സ്വന്തം ഹരിതലോകം. ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്കുള്ള ഒരു യാത്ര പ്രകൃതിയെ കണ്ടുമടങ്ങാനുള്ള ഒരു സന്ദർശനം മാത്രമല്ല, പ്രകൃതിയെ ഓരോ നിമിഷവും അനുഭവിച്ചറിയാനുള്ള ഒരു അനുഭവമാണ്. സൂര്യോദയത്തിന്റെ ആദ്യ പ്രകാശം മുതൽ സന്ധ്യയുടെ അവസാന വെളിച്ചം വരെ എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന അനുഭവങ്ങളുടെ മനോഹരമായൊരു താളം ഈ പാർക്ക് സമ്മാനിക്കുന്നു. ചിലർക്കിത് ശാന്തമായ ഒരു പ്രഭാതനടത്തത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തണുത്ത കാറ്റും പക്ഷികളുടെ മധുരഗാനവും പച്ചപ്പിലൂടെ വളഞ്ഞുപുളഞ്ഞ് നീളുന്ന നടപ്പാതകളും ഓരോ ചുവടിനെയും മനസ്സിന് ആശ്വാസം പകരുന്ന ഒരു യാത്രയാക്കി മാറ്റുന്നു. മറ്റു ചിലർക്ക് ഇത് ഊർജ്ജത്തിന്റെ ലോകമാണ്. ജോഗിംഗായാലും ബ്രിസ്ക് വാക്കിംഗായാലും ഔട്ട്ഡോർ ഫിറ്റ്നസ് പ്രവർത്തനങ്ങളായാലും ഇവിടത്തെ പച്ചപ്പും ശുദ്ധവായുവും ഓരോ ഓട്ടത്തെയും കൂടുതൽ ലഘുവും ഓരോ ശ്വാസത്തെയും കൂടുതൽ ഉന്മേഷദായകവുമാക്കുന്നു.
എന്നാൽ ജെ.പി. പാർക്കിലെ ആരോഗ്യാനുഭവം വ്യായാമത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. പ്രഭാതങ്ങളിൽ യോഗ സെഷനുകളും ലാഫിംഗ് ക്ലബ്ബുകളും ചിരിയും ആഴത്തിലുള്ള ശ്വാസവും നിറഞ്ഞ മനോഹരമായ നിമിഷങ്ങളിലൂടെ ആരോഗ്യവും സന്തോഷവും ഒരുമിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുന്നു. കുടുംബങ്ങളോടൊപ്പം എത്തുന്നവർക്ക് ഈ പാർക്ക് മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്ന വേദിയാണ്. പച്ചപ്പു വിരിച്ച പുൽത്തകിടികളിലെ പിക്നിക്കുകൾ, വാരാന്ത്യങ്ങളിലെ സന്തോഷനിമിഷങ്ങൾ, തുറന്ന ആകാശത്തിൻ കീഴിലെ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ സാധാരണ ദിവസങ്ങളെപ്പോലും മറക്കാനാവാത്ത ഓർമ്മകളാക്കി മാറ്റുന്നു. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ചെറിയ അനുഭവങ്ങളിൽ ഒന്നാണ് മീനുകൾക്ക് തീറ്റ നൽകുന്ന ആ സന്തോഷനിമിഷം. ജലത്തിൽ പടരുന്ന ചെറിയ തിരമാലകൾക്കൊപ്പം കുട്ടികളുടെയും മുതിർന്നവരുടെയും മുഖത്ത് ഒരുപോലെ വിരിയുന്ന പുഞ്ചിരി ആ കാഴ്ചയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് ജെ.പി. പാർക്ക് ഒരു സ്വപ്നലോകമാണ്. തടാകങ്ങൾ, തീം ഗാർഡനുകൾ, ശില്പങ്ങൾ, ജലധാരകൾ. പകലിന്റെ ഓരോ വെളിച്ചമാറ്റവും സിനിമാറ്റിക് ഫ്രെയിമുകളായി മാറുന്നു. ഇവിടെ ഓരോ കോണും ഒരു പുതിയ കഥ പറയുന്നു. എന്നാൽ ഒരുപക്ഷേ ഈ പാർക്കിലെ ഏറ്റവും മനോഹരമായ അനുഭവം ഒന്നും ചെയ്യാതിരിക്കുക എന്നതായിരിക്കാം. ഒരു മരത്തിന്റെ തണലിൽ നിശബ്ദമായി ഇരിക്കുക, കാറ്റിന്റെ സംഗീതം കേൾക്കുക, പ്രകൃതിയുടെ ശാന്തത മനസ്സിനെ പതുക്കെ ശമിപ്പിക്കാൻ അനുവദിക്കുക. ഒരിക്കലും നിശ്ചലമാകാത്ത നഗരജീവിതത്തിനിടയിൽ അപൂർവമായ ആ നിശബ്ദതയുടെ ആഡംബരം ജെ.പി. പാർക്ക് നമുക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ സൂര്യൻ പതുക്കെ അസ്തമയത്തിലേക്ക് വഴിമാറുമ്പോൾ ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ അവസാന അധ്യായത്തിനായി പാർക്ക് ഒരുങ്ങുന്നു. മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ. സംഗീതത്തിന്റെ താളത്തിനൊത്ത് ഉയർന്നുയരുന്ന ജലധാരകൾ, നിറവെളിച്ചങ്ങളിൽ നൃത്തം ചെയ്യുന്ന ജലഗണങ്ങൾ, ആകാശത്താകെ പരക്കുന്ന സംഗീതത്തിന്റെ മാന്ത്രികത പ്രകൃതിയുടെയും കലയുടെ സന്തോഷത്തിന്റെയും അപൂർവമായൊരു സമാപനമായി മാറുന്നു. ജെ.പി. പാർക്കിൽ ഓരോ അനുഭവവും ഒരു ഓർമ്മയാണ്. ഒരു നടത്തം, ഒരു പ്രഭാത ഓട്ടം, കുടുംബത്തോടൊപ്പമുള്ള ഒരു പിക്നിക്, നിശബ്ദമായ ഒരു നിമിഷം, അല്ലെങ്കിൽ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ജലധാരകളെ വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന ആ സായാഹ്നം, ഇതെല്ലാം ചേർന്നാണ് ജെ.പി. പാർക്കിലേക്കുള്ള യാത്രയെ വെറുമൊരു പാർക്ക് സന്ദർശനമല്ല, മനോഹരമായി ജീവിച്ച ഒരു ദിവസം എന്ന അനുഭവമാക്കി മാറ്റുന്നത്. ജെ.പി. പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് നിങ്ങളുടെ ദിവസത്തിലെ ഏത് സമയത്തും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇടമാണിത്. പ്രഭാതത്തിന്റെ ആദ്യ തണുപ്പിനെ തേടി നേരത്തെ എഴുന്നേൽക്കുന്നവരായാലും സൂര്യാസ്തമയത്തിന്റെ സ്വർണ്ണവെളിച്ചത്തിൽ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരായാലും ദിവസത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലാണ് ഈ പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. സാധാരണയായി രാവിലെ 5 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെയാണ് പാർക്ക് സന്ദർശകർക്കായി തുറന്നിരിക്കുന്നത്. ഈ സമയക്രമം പ്രഭാത നടത്തത്തിനും ജോഗിങ്ങിനും വൈകുന്നേരത്തെ കുടുംബസംഗമങ്ങൾക്കും സൂര്യാസ്തമയ സവാരികൾക്കും ഏറ്റവും അനുയോജ്യമാണ്. എന്നാൽ ജെ.പി. പാർക്കിനെ അതിന്റെ ഏറ്റവും മനോഹരമായ ഭാവത്തിൽ കാണണമെങ്കിൽ ഒരു വാരാന്ത്യ വൈകുന്നേരം തന്നെ തിരഞ്ഞെടുക്കൂ. കാരണം അപ്പോഴാണ് ഈ പാർക്കിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് ജീവൻ പ്രാപിക്കുന്നത്. മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ. സാധാരണയായി വൈകുന്നേരം 7 മണിക്കും 7:45 നടക്കുന്ന ഈ വിസ്മയകരമായ അവതരണം രാത്രിയെ ജലത്തിന്റെയും വർണ്ണവെളിച്ചങ്ങളുടെയും സംഗീതത്തിന്റെയും മനോഹരമായൊരു ആഘോഷമാക്കി മാറ്റുന്നു. സംഗീതത്തിന്റെ താളത്തിനൊത്ത് ഉയർന്നുയരുന്ന ജലധാരകൾ, ഇരുട്ടിനെ വർണ്ണങ്ങളാൽ അലങ്കരിക്കുന്ന വെളിച്ചങ്ങൾ, അന്തരീക്ഷമാകെ നിറയുന്ന സംഗീതം കുടുംബത്തോടൊപ്പം ആസ്വദിക്കാവുന്ന മറക്കാനാവാത്ത ഒരു സായാഹ്നാനുഭവമാണ് ഇത്. ഇതിലേറെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജെ.പി. പാർക്കിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. അതുകൊണ്ടുതന്നെ ബെംഗളൂരുവിലെ ഏറ്റവും മനോഹരവും എല്ലാവർക്കും എളുപ്പത്തിൽ ആസ്വദിക്കാവുന്നതുമായ ഹരിതസങ്കേതങ്ങളിൽ ഒന്നാണ് ഈ പാർക്ക്. മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ കാണാൻ മാത്രം ഒരാൾക്ക് 10 രൂപ എന്ന നാമമാത്ര പ്രവേശന ഫീസ്. അതിനു പകരം ലഭിക്കുന്നത് മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു സായാഹ്ന ഓർമ്മയാണ്. പ്രഭാതത്തിലെ ശാന്തമായ നടത്തം മുതൽ രാത്രിയിലെ മ്യൂസിക്കൽ ഫൗണ്ടന്റെ വിസ്മയകരമായ കാഴ്ച വരെ പ്രകൃതിയും ആരോഗ്യവും കുടുംബസമേതമുള്ള മനോഹര നിമിഷങ്ങളും സംഗീതവും വെളിച്ചവും ചേർന്ന അദ്ഭുതാനുഭവവും ഇതെല്ലാം ഒരേയൊരു ലക്ഷ്യസ്ഥാനത്ത് ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശരിയായ സമയം തിരഞ്ഞെടുക്കുക. കാരണം ദിവസത്തിന്റെ ഓരോ നിമിഷത്തിനൊപ്പവും ഈ പാർക്ക് അതിന്റെ ഭാവവും ഭംഗിയും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചത്തിൽ ജെ.പി. പാർക്ക് ഏറ്റവും ശാന്തമായ രൂപത്തിലാണ് നിങ്ങളെ വരവേൽക്കുന്നത്. തണുത്ത കാറ്റ്,
വിജനമായ നടപ്പാതകൾ, പക്ഷികളുടെ മധുരഗാനങ്ങൾ, നഗരം ഉണരുന്നതിനു മുമ്പ് പ്രകൃതിയുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന അപൂർവ നിമിഷങ്ങൾ. ശാന്തമായ ഒരു നടത്തത്തിനും ഉന്മേഷം പകരുന്ന ജോഗിങ്ങിനും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിശബ്ദമായി ഇരുന്ന് ആ നിമിഷം ആസ്വദിക്കാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയം. തിരക്ക് കുറവ്, ശാന്തത കൂടുതൽ, പ്രകൃതിയുമായുള്ള അടുപ്പം അതിലും ആഴത്തിൽ. ദിവസം മുന്നോട്ട് നീങ്ങുമ്പോൾ പാർക്കും പതുക്കെ മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. വൈകുന്നേരങ്ങളിൽ സ്വർണ്ണനിറം പകരുന്ന സൂര്യപ്രകാശവും തണുത്ത കാറ്റും ജീവന്തമെങ്കിലും മനസ്സിനെ ശാന്തമാക്കുന്ന അന്തരീക്ഷവും ഈ ഇടത്തിന് മറ്റൊരു മാന്ത്രികത സമ്മാനിക്കുന്നു. കുടുംബങ്ങൾ ഒത്തുചേരുന്ന സമയം, സുഹൃത്തുക്കൾ വിശ്രമിക്കുന്ന സമയം, സാധാരണ ഒരു നടത്തം പോലും മനോഹരമായ ഓർമ്മയായി മാറുന്ന സമയം. ഉന്മേഷവും ശാന്തതയും ഒരുപോലെ അനുഭവിക്കാനാകുന്ന ദിനത്തിലെ ഏറ്റവും മനോഹരമായ മണിക്കൂറുകൾ. എന്നാൽ വാരാന്ത്യങ്ങളിൽ ജെ.പി. പാർക്ക് മറ്റൊരു മുഖമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആരംഭിക്കുന്ന സമയത്ത് നിരവധി സന്ദർശകർ ഇവിടെ ഒത്തുചേരും. ആ ആവേശവും ആഘോഷാന്തരീക്ഷവും ആസ്വദിക്കാനാകുമെങ്കിലും അല്പം തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശാന്തമായ അനുഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിലെ സന്ദർശനമാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ വാരാന്ത്യത്തിൽ വരാനാണ് പദ്ധതിയെങ്കിൽ കുറച്ചു നേരത്തെ എത്തൂ. തിരക്ക് തുടങ്ങുന്നതിനു മുമ്പ് പാർക്കിന്റെ നിശബ്ദമായ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാം. അവസാനം പ്രഭാതത്തിന്റെ തണുത്ത നിശബ്ദതയിലായാലും സായാഹ്നത്തിന്റെ സ്വർണ്ണമഴയിലായാലും ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായൊരു സൗന്ദര്യമാണ് നിങ്ങളിലേക്ക് തുറന്നുകാട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം, ആ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം തിരഞ്ഞെടുക്കുക. ജെ.പി. പാർക്കിന്റെ ഈ മനോഹരമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനു മുമ്പ് നിങ്ങളുടെ സന്ദർശനം കൂടുതൽ സുഖകരവും ഓർമ്മകളാൽ സമ്പന്നവുമാക്കാൻ ചില ലളിതമായ നിർദ്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. കാരണം ഇത്തരം മനോഹരമായ ഇടങ്ങൾ എല്ലാവരും ഒരുമിച്ച് സംരക്ഷിക്കുമ്പോഴാണ് അവയുടെ സൗന്ദര്യം തലമുറകളിലേക്ക് നിലനിൽക്കുന്നത്. പാർക്കിന്റെ ശുചിത്വവും ഇവിടുത്തെ ജൈവവൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി പുറത്തുനിന്നുള്ള ഭക്ഷണവും പ്ലാസ്റ്റിക് കവറുകളും പാർക്കിനുള്ളിൽ അനുവദിക്കുന്നില്ല. ഈ ചെറിയ നിയമം തന്നെയാണ് തടാകങ്ങളെയും പൂന്തോട്ടങ്ങളെയും നടപ്പാതകളെയും ഇന്നും ഇത്ര മനോഹരമായി നിലനിർത്തുന്നത്. അതുപോലെ തന്നെ സന്ദർശകരുടെ സൗകര്യവും ഇവിടുത്തെ ജൈവവൈവിധ്യ മേഖലകളുടെ സുരക്ഷയും മുൻനിർത്തി വളർത്തുമൃഗങ്ങൾക്കും പാർക്കിനുള്ളിൽ പ്രവേശനമില്ല. എന്നാൽ ഭക്ഷണത്തിന്റെയോ ചായയുടെയോ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പ്രവേശന കവാടങ്ങൾക്ക് സമീപമുള്ള ഫുഡ് കോർട്ടുകളും സ്നാക്ക് സ്റ്റാളുകളും ഒരു ചൂട് ചായയോ ലഘുഭക്ഷണമോ തണുപ്പൻ പാനീയമോ ആസ്വദിക്കാൻ മികച്ച സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വാരാന്ത്യങ്ങളിലോ പ്രത്യേകിച്ച് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ നടക്കുന്ന സമയത്തോ സന്ദർശകരുടെ എണ്ണം കൂടുതലായിരിക്കും. കുടുംബങ്ങളും കുട്ടികളും സഞ്ചാരികളും ചേർന്ന് പാർക്കിന് കൂടുതൽ ഉത്സവാന്തരീക്ഷം സമ്മാനിക്കും. അതിനാൽ അത്തരം സമയങ്ങളിൽ അല്പം ശ്രദ്ധയോടെയും പരസ്പര സഹകരണത്തോടെയും സഞ്ചരിച്ചാൽ അനുഭവം കൂടുതൽ മനോഹരമാകും. കാറിലോ ടാക്സിയിലോ എത്തുന്നവർക്ക് പ്രവേശന കവാടങ്ങൾക്കടുത്ത് തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എത്തിച്ചേരുന്നതു മുതൽ മടങ്ങിപ്പോകുന്നതുവരെയുള്ള യാത്ര തീർത്തും എളുപ്പവും സൗകര്യപ്രദവുമാണ്. എന്നാൽ ജെ.പി. പാർക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല. പല ദിവസങ്ങളിലും സാംസ്കാരിക പരിപാടികളും യോഗ സെഷനുകളും ലാഫിംഗ് ക്ലബ്ബുകളും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളും ഈ പാർക്കിന് പുതിയൊരു ജീവൻ നൽകുന്നു. അങ്ങനെ പ്രകൃതിയും ആരോഗ്യവും പഠനവും സമൂഹവും ഒരേ വേദിയിൽ മനോഹരമായി ഒത്തുചേരുന്നു. അതുതന്നെയാണ് ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ യഥാർത്ഥ പ്രത്യേകത. ഉത്തരവാദിത്തത്തോടെ സന്ദർശിക്കേണ്ട ഒരു പാർക്ക് മാത്രമല്ല ഇത്, സമൂഹം ഒരുമിച്ച് ചേരുന്ന, പരസ്പരം ബന്ധപ്പെടുന്ന, പ്രകൃതിയുമായി വീണ്ടും ചേർന്നു നിൽക്കുന്ന എല്ലാവരുടെയും സ്വന്തം ഹരിതലോകം. എല്ലാവരുടെയും പാർക്ക് എല്ലാവരും ചേർന്ന് സംരക്ഷിക്കുന്നതിനാലാണ് ഇന്നും ഇത്ര മനോഹരമായി നിലനിൽക്കുന്നത്. സന്ധ്യയുടെ അവസാന സ്വർണ്ണകിരണങ്ങൾ ജെ.പി. പാർക്കിലെ തടാകങ്ങളുടെ മേൽ പതിയെ അലിഞ്ഞുചേരുമ്പോൾ ഈ യാത്ര നമ്മോടൊപ്പം കൊണ്ടുപോകുന്നത് മനോഹരമായ ചില കാഴ്ചകൾ മാത്രമല്ല, മറിച്ച് മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു അനുഭവമാണ്. ഒരു ശാന്തത, ഒരു അടുപ്പം, ഒരു സ്വന്തമെന്ന് തോന്നൽ. അതാണ് ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. വടക്കൻ ബംഗളൂരുവിന്റെ ലാൽബാഗ് എന്ന വിശേഷണം ഈ പാർക്ക് പൂർണ്ണമായും അർഹിക്കുന്നതിന്റെ കാരണം ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതിയും സംസ്കാരവും വിനോദവും ആരോഗ്യവും സമൂഹവും ഒരേ താളത്തിൽ ഒന്നിച്ചു ചേരുന്ന അപൂർവമായൊരു ലോകമാണിത്.
ഇത് ഒരു പാർക്ക് മാത്രമല്ല, ജനങ്ങൾ ഒന്നിച്ചുകൂടാനും ശുദ്ധവായു ശ്വസിക്കാനും പരസ്പരം ബന്ധപ്പെടാനും പ്രകൃതിയോടൊപ്പം സഹജീവിതം നയിക്കാനുമുള്ള ജയപ്രകാശ് നാരായണന്റെ ദീർഘദർശനത്തിന്റെ മനോഹരമായ സാക്ഷാത്കാരമാണ്. വിശാലമായ പച്ചപ്പും തീം ഗാർഡനുകളും ഫിറ്റ്നസ് ട്രെയിലുകളും കലാപരമായ ശില്പങ്ങളും കുടുംബസൗഹൃദ ഇടങ്ങളും ഇവയെല്ലാം ചേർന്ന് ആരോഗ്യത്തിനും വിശ്രമത്തിനും മനുഷ്യബന്ധങ്ങൾക്കും അപൂർവമായൊരു സമതുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടുതന്നെ ഓരോ സന്ദർശകനും വീണ്ടും ഇവിടെ തിരിച്ചെത്താൻ സ്വന്തമായ ഒരു കാരണം കണ്ടെത്തുന്നു. ചിലർക്കത് പ്രഭാതത്തിലെ ഒരു ജോഗിംഗാണ്. മറ്റു ചിലർക്കത് സായാഹ്നത്തിലെ ശാന്തമായ നടത്തം, കുടുംബത്തോടൊപ്പമുള്ള സന്തോഷനിമിഷങ്ങൾ, അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം നിശബ്ദമായി ചിലവഴിക്കുന്ന കുറച്ചു നിമിഷങ്ങൾ. അതാണ് ജെ.പി. പാർക്കിന്റെ യഥാർത്ഥ മാന്ത്രികത. നിങ്ങൾ ഇവിടെ ഒരു സ്ഥലം സന്ദർശിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്ന ഒരു ഇടം കണ്ടെത്തുകയാണ്. ദിവസം മുഴുവൻ നമ്മോടൊപ്പം സഞ്ചരിച്ച് തടാകങ്ങളും പച്ചപ്പാർന്ന വഴികളും തീം ഗാർഡനുകളും ശില്പങ്ങളും കുടുംബങ്ങളുടെ ചിരികളും പക്ഷികളുടെ ഗാനങ്ങളും രാത്രിയിൽ സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്ത ജലധാരകളും ഓരോന്നും പ്രകൃതിയുടെയും പൈതൃകത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിന്റെയും വ്യത്യസ്ത കഥകളാണ് നമ്മോട് പറഞ്ഞത്. ഒരുപക്ഷേ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം നിങ്ങൾ ഇവിടെ കാണുന്നതിലല്ല, അനുഭവിക്കുന്നതിലാണ്. ഇവിടെ സമയം പതുക്കെയാകുന്നു, കാറ്റിന് കൂടുതൽ ശുദ്ധി തോന്നുന്നു, നിശബ്ദത പോലും ഒരു ഭാഷയായി മാറുന്നു. ഒരിക്കലും നിശ്ചലമാകാത്ത ബംഗളൂരുവിന്റെ ജീവിതത്തിനിടയിൽ സമാധാനത്തിനും പ്രകൃതിക്കും ഇന്നും ഒരു വിലാസമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് ജെ.പി. പാർക്ക്. ഇനി ഈ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ പച്ചപ്പിന്റെ ശാന്തതയും ഈ യാത്രയുടെ മനോഹരമായ ഓർമ്മകളും നമ്മളോടൊപ്പം തുടരും. ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാമിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാരണം ഓരോ ലക്ഷ്യസ്ഥാനത്തിനും പറയാനൊരു കഥയുണ്ട്. ആ കഥകൾ നമുക്ക് ഒരുമിച്ച് തുടർന്നും കണ്ടെത്താം. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ യാത്ര തുടരൂ, ലോകം കാണൂ, ഓരോ യാത്രയിലും പുതിയ സൗന്ദര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക.